ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കുടുംബം നന്നാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ചെയ്യാം. കുടുംബം എന്നത് ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരിക്കും, അത് ഏത് തരത്തിൽ നിറവേറ്റിയാൽ കുടുംബം നിലനിർത്താൻ അത് സഹായകമാകും എന്നാണ് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ആദ്യമായി കുടുംബം എന്ന പദം എന്താണ് എന്ന് നോക്കാം. കുടുംബം എന്ന വാക്ക് സംസ്കൃത ഭാഷയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന പോലെ എന്താണ് കുടുംബം എന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പം പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കൂടുമ്പോൾ ഇമ്പമുള്ളത്, അല്ലെങ്കിൽ കൂടുമ്പോൾ ആനന്ദമുള്ളത്, അല്ലെങ്കിൽ കൂടുമ്പോൾ അഴകുള്ളത്. ഇതെല്ലാം ഒരു കുടുംബത്തെ സംബന്ധിച്ച് വളരെയധികം ചർച്ചയുള്ള സംഗതിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ രക്തബന്ധം, വിവാഹബന്ധം, ജനനം തുടങ്ങിയിട്ടുള്ള പ്രക്രിയകളാൽ ബന്ധിപ്പിക്കപ്പെട്ട സ്നേഹം, പിന്തുണ, സംരക്ഷണം എന്നിവ പങ്കിടുന്ന ഒരു ചെറിയ കൂട്ടം വ്യക്തികളെയാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബം എന്ന് പറയുന്നത് ഒരു സാമൂഹികമായ അടിത്തറയാണ്, ഒരു സമൂഹത്തിന്റെ ചെറിയ ഒരു ഘടനയാണ്. ഈ സമൂഹത്തെ ശരിയായ രീതിയിൽ നിലനിർത്താനായിട്ട് ഒരു മരത്തിന്റെ ചില്ലകൾ പോലെയോ അതിന്റെ ഇലകൾ പോലെയോ അതിലുണ്ടാകുന്ന പൂകളും കായ്കളും പോലെയോ ഒരു മരം എന്ന് പറയുന്നത് നമ്മുടെ മൊത്തത്തോടുള്ള ഒരു സമൂഹത്തെ നമുക്ക് എടുക്കാം. മരത്തിന്റെ തായ്തടി മൊത്തത്തോടുള്ള സമൂഹമായിട്ട് കൺസിഡർ ചെയ്താൽ അതിനകത്തുള്ള ചില്ലകള്, ഇലകള്, ഇതൊക്കെ ചില്ലകള് വലിയ കൂട്ടുകുടുംബങ്ങൾ എന്ന് സങ്കല്പിക്കാം. ഇലകള് ചെറിയ കമ്പുകള്, ചെറിയ 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 കുടുംബങ്ങൾ. അങ്ങനെ വലിയ 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 കുടുംബങ്ങളിൽ നിന്ന് ചെറുതായി വന്ന് ഇന്നത്തെ അണുകുടുംബം എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരെ വരും. അപ്പൊ അതൊരു മരം പോലെ സങ്കല്പിച്ചാൽ നമുക്ക് ഇങ്ങനെയും പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിൽ ആരൊക്കെ ഉൾപ്പെടാം? നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കുടുംബത്തിൽ ആരൊക്കെയാ ഉള്ളത്. പ്രധാനമായും കൂട്ടുകുടുംബമാണെങ്കിൽ ഒരു കാരണവർ കാണും. കാരണവർക്ക് സമാനമായ സ്ഥാനമുള്ള മുതിർന്ന ആളുകൾ കാണും. അവരുടെ മുതിർന്ന ആളുകൾ അത് ആണുങ്ങളും പെണ്ണുങ്ങളുമാകാം. പിന്നീട് അവരുടെ ഭാര്യാഭർത്താക്കന്മാരുണ്ടാവും, അവരുടെ മക്കളുണ്ടാവും, അവരുടെ മക്കളുണ്ടാകും. അങ്ങനെ 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 പോകും. അങ്ങനെ പോയി വടക്കേന്ത്യയിലൊക്കെ എടുക്കുകയാണെങ്കിൽ 100, 150, 200, 500, 600 പേര് അടങ്ങുന്ന കൂട്ടുകുടുംബങ്ങളുണ്ട്. നമ്മൾ ഇവിടെ കേരളത്തിൽ അങ്ങനെ അത്ര സർവ്വസാധാരണ അല്ല. എങ്കിലും കൂട്ടുകുടുംബങ്ങൾ ഇപ്പോഴും കേരളത്തിൽ ഉണ്ടാകാം. എനിക്കങ്ങനെ കൂടുതൽ അറിഞ്ഞൂടാ. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കുടുംബങ്ങളെയും അണുകുടുംബങ്ങളെയും. കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, മക്കള്, ഭാര്യ, അവരുടെ മക്കൾ, അത് കുടുംബങ്ങളായിട്ട് ജീവിക്കുന്ന വീടുകൾ. അത് കൂടാതെ അണുകുടുംബങ്ങൾ, ഒരു ഭർത്താവും ഒരു ഭാര്യയും 1 or 2 മക്കളും, ഒരു കുട്ടിയാവാം, 2 കുട്ടിയാവാം, അല്ലെങ്കിൽ മാക്സിമം 3 കുട്ടിയാകാം. അങ്ങനെയുള്ള അണുകുടുംബങ്ങൾ. ഈ അണുകുടുംബം ആലോചിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ഹിന്ദുമത വിശ്വാസ പ്രകാരമുള്ള അവരുടെ ഹിന്ദുമതത്തിലുള്ള ദൈവങ്ങളിൽ പരമശിവനും പാർവതിക്കും 2 കുട്ടികളായിരുന്നു, ഗണപതിയും പിന്നെ ആരാ ഒരാള് മുരുകൻ. അപ്പൊ അവരാണ് അണുകുടുംബം തുടങ്ങി വെച്ചെന്ന് എനിക്ക് തോന്നുന്നത്. സാന്ദർഭികമായിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. അപ്പൊ ഇങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്ന ഈ അച്ഛനും അമ്മയും മക്കളും അവരുടെ ഭാര്യമാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാരും മക്കളും എന്നൊക്കെ പറയുന്നു. അതല്ലെങ്കിൽ അണുകുടുംബമായിട്ടുള്ള അച്ഛനും അമ്മയും 1 or 2 മക്കളും അല്ലെങ്കിൽ 2 or 3 മക്കളും. ഇവിടെ ശാസ്ത്രീയമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകളെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ തരംതിരിക്കാനുള്ള ഒരു ഉപാധിയും കൂടാണ് ഈ കുടുംബം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചുരുക്കത്തിൽ പറയാൻ പറ്റുന്ന എന്തുവാ, സ്നേഹബന്ധങ്ങളാൽ ഊട്ടിയുറപ്പിക്കുന്ന, പരസ്പരം താങ്ങും തണലുമാകുന്ന, മനുഷ്യ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു അടിസ്ഥാന സാമൂഹിക ഘടനയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അവരുടെ ഏറ്റവും വലിയ കരുത്തും പിന്തുണയും സുരക്ഷയും മൂല്യങ്ങളെ നിലനിർത്താൻ സഹായിക്കുന്നതും മൂല്യങ്ങളെ പകർന്നു നൽകുന്നതും അങ്ങനെ എല്ലാം ഉള്ള അടിസ്ഥാന സാമൂഹിക യൂണിറ്റാണ് കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബാംഗങ്ങളിൽ ഓരോരുത്തരുടെയും സന്തോഷത്തിലും സന്താപത്തിലും പ്രതിസന്ധികളിലും കൂടെ നിൽക്കുന്ന കുടുംബം അതിലൂടെ എന്താണ് സൃഷ്ടിക്കുന്നത്? ആ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളുടെയും പ്രതിസന്ധി ഉണ്ടാവാം, ആ സമയത്ത് സന്തോഷം ഉണ്ടാവാം, ആ സമയത്ത് സന്താപം ഉണ്ടാകാം, ആ സമയത്ത് എല്ലാ സമയങ്ങളിലും കൂടെ നിൽക്കുന്ന കുടുംബം അതിലൂടെ അവരുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു, വ്യക്തിത്വം രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. അതെല്ലാം അവരോർക്കെല്ലാം അവരവരുടെ കാര്യം, ഓരോരുത്തർക്കും അവരവരുടെ കാര്യം എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിന് എന്താ യാതൊരു തരത്തിലുള്ള അർത്ഥവും ഇല്ലാതാകും. അപ്പൊ ഭാര്യയ്ക്ക് ഒരു പ്രശ്നം വന്നാൽ, ഭാര്യയ്ക്ക് സുഖമില്ലെങ്കിൽ ഭർത്താവ് സഹായിക്കണം. അതാണ് സ്നേഹം, അതാണ് കരുണ, അതാണ് കരുതൽ.
അതുപോലെ തന്നെ ഭർത്താവിന് സുഖമില്ല, ഭാര്യ സഹായിക്കണം, അവര് സ്നേഹിക്കണം, സ്നേഹത്തോടെ പെരുമാറണം, വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പോഴും കുടുംബം കൂടുതൽ വിലപ്പെടുക. അത് മാത്രമല്ല, ഇത് കാണുന്ന കുട്ടികൾ ഇത് കണ്ടുപിടിക്കും. ആ, അച്ഛന് സുഖമില്ലാത്തപ്പം അമ്മ എല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പൊ പെൺകുട്ടി ആലോചിക്കും, ഞാൻ കല്യാണം കഴിക്കുമ്പം എന്റെ ഭർത്താവിന് സുഖമില്ലാതാകുമ്പോൾ ഞാനും ചെയ്തു കൊടുക്കണം. കുട്ടിക്കാലത്തെ അവർ ആ ചിന്തയിലേക്ക് വരിക. ആമ്പിള്ളേർ നോക്കും കുറച്ചുകൂടെ ഗൗരവമായിട്ട്, അപ്പം അച്ഛന് സുഖമില്ലാത്തപ്പോൾ അമ്മ എല്ലാം ചെയ്യുന്നു, അപ്പൊ ഞാൻ നാളെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ എനിക്കും അവളെല്ലാം ചെയ്തു തരണം എന്നല്ല. അങ്ങനെ ചെയ്യേണ്ടവരാണ് നമ്മൾ എന്നുള്ള ചിന്ത, നമ്മൾ തിരിച്ചും ചെയ്യേണ്ടവരാണെന്നുള്ള ചിന്ത. ഇത്തരം ചിന്തകളെ വളർത്തിയെടുക്കാൻ ഒരു കുടുംബത്തിലെ മുതിർന്ന ആൾക്കാർ അവരുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണോ അത് കണ്ടായിരിക്കും താഴോട്ടുള്ള കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ അച്ഛന് സുഖമില്ലെങ്കിൽ അച്ഛന്റെ മകൻ നോക്കുന്നു, അപ്പൊ അപ്പൂപ്പന് സുഖമില്ലെങ്കിൽ അച്ഛൻ നോക്കുന്നു. അപ്പൊ അച്ഛന് സുഖമില്ലാതാകുമ്പോൾ ഞാൻ നോക്കാം, ഞാൻ നോക്കണം എന്ന് ആ മകനെ പഠിപ്പിക്കുക ചെയ്യുന്നത്. വേറൊരു കാര്യം പറയാം. നമ്മളെ വീട്ടില് ഒരു കേക്ക് കൊണ്ടുവന്നു. അപ്പൊ അവിടെ അപ്പൂപ്പനുണ്ട്, അമ്മമ്മയുണ്ട്, അച്ഛൻ, അമ്മ, 2 മക്കള്. അപ്പൊ ഒരു കേക്ക് കൊണ്ടുവന്നു, അച്ഛൻ കൊണ്ടുവന്നു കേക്ക് കൊണ്ടുവന്ന് മേശപ്പുറത്തോട്ട് വെച്ചു. എന്ത് വെച്ചാ ഇത്? അത് കേക്കാ മോനെ, മോന് വേണോ? അങ്ങോട്ട് തുറന്ന് വെട്ടി അവനും കൊടുത്ത് 4 അവൻ അവിടെ തിന്നു. മോള് വന്നു, അവക്കും കൊടുത്ത്. ഭാര്യ വന്നു, അവർക്കും കൊടുത്തു. പിന്നെ ബാക്കി കുറച്ച് വന്നു. ശരി, അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കൂടെ കൊണ്ടു കൊടുത്തു എന്ന് പറയാം അവര് വീട്ടിൽ. തെറ്റൊന്നുമില്ല. കാരണം എന്താ, കൊച്ചു കുട്ടികളെ അല്ലയോ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത്? തീർച്ചയായിട്ടും പരിഗണിക്കണം. പക്ഷെ വേറെ രീതി ചെയ്യാം. കേക്ക് കൊണ്ടുവന്ന് വെച്ച് എന്ത് വെച്ചത്? ഇത് കേക്കാ മോനെ, നമുക്ക് തിന്നാം. മോൻ പോയി അപ്പൂപ്പനെ അമ്മൂമ്മ വിളിച്ചോണ്ട്. അപ്പൊ അവൻ പറഞ്ഞു, അവിടെ കേക്ക് തിന്നോളാൻ വയ്യ. അപ്പൂപ്പ വാ, അമ്മൂമ്മ വാ, അച്ഛൻ കേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് വിളിച്ച് കൊണ്ടുവന്നു. അച്ഛൻ അതാണ്ട് അപ്പൂപ്പനും അമ്മൂമ്മയും വന്ന്. അവർക്ക് വയ്യാത്തവരാണെങ്കിൽ അങ്ങോട്ട് കൊണ്ട് ചെല്ലണം. അപ്പൊ അപ്പൂപ്പനും അമ്മൂമ്മയും വന്നു. അപ്പൂപ്പൻ ചോദിച്ചു, എന്തുവാടാ വിളിച്ചേ? ഒന്നുമില്ല അച്ഛാ, ഇച്ചിരി കേക്ക് കൊണ്ടുവന്നു. അച്ഛനോട് അച്ഛനും അമ്മയും നമുക്ക് എല്ലാവരും കൂടെ തിന്നാന്ന് വിചാരിച്ചു. മോനെ അമ്മയെ വിളി. അങ്ങനെ അമ്മയും വന്നു. എല്ലാവരും എന്നിട്ട് അതിനകത്തുനിന്നൊരു പീസ് മുറിച്ച്, മോനെ ഇതങ്ങ് അപ്പൂപ്പന് കൊടുത്തു, ഇതങ്ങ് അമ്മൂമ്മയ്ക്ക് കൊടുത്തു, ഇനി ഇതങ്ങ് അമ്മയ്ക്ക് കൊടുത്തു, ഇതങ്ങ് അനിയത്തിക്ക് കൊടുത്തു, ഇത് മോൻ തിന്നോ. അപ്പ അവനെ ചിന്ത വരും. അച്ഛനോ? അച്ഛൻ എടുക്കാൻ പോനെ, വേണ്ട അച്ഛൻ ഇത് എടുക്കും, എന്നിട്ട് എനിക്ക് കട്ട് ചെയ്ത്. അപ്പൊ അവൻ ചിന്തിക്കുകയാണ്, എന്താ, ഒരു കേക്ക് കൊണ്ടുവന്ന വീട്ടിലുള്ള എല്ലാവരെയും പരിഗണിക്കേണ്ടതുണ്ട് എന്ന് അവൻ അതിലൂടെ പഠിക്കുക. ആ കൊച്ചുകുട്ടി അവിടെ നിന്ന് പഠിക്കുക. നാളെ അവരുടെ കുടുംബത്തിന്റെ നാഥനും നാഥയാവുമ്പോൾ അവർക്ക് ഈ സങ്കല്പങ്ങൾ അവിടെ മനസ്സിൽ വരും. ഇത് ഒരു പഠനമാണ്. ക്ലാസ് റൂമിലൂടെ മാത്രമല്ല പഠിക്കുന്നത്. ഒരു പഠനം നടന്നിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് അറിവ് അല്ലെങ്കിൽ ബോധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആ പഠനത്തിൽ തെളിഞ്ഞത്, നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോയി പഠിക്കുമ്പോൾ മൊത്തം നമുക്കുണ്ടാകുന്ന അറിവിന്റെ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മൊത്തം അറിവിന്റെ ഏതാണ്ട് 25% കിട്ടും. പിന്നെ 75% കിടക്കില്ലേ? ഈ 75% എങ്ങനെ കിട്ടും? പിന്നീട് കിട്ടുന്ന 25% എന്ന് പറയുന്നത് അവര് അല്ലാതെ സിലബസിലുള്ള അല്ലാതെ വായിക്കുന്ന പുസ്തകങ്ങൾ. ഈ പഠനം നടക്കുന്ന കാലത്ത് ഈ മൊബൈൽ ഫോണും ടി വി ഒന്നും അത്രമാത്രം പ്രാവർത്തികമായ ഒരു സമയമല്ല. അന്ന് തെളിഞ്ഞത് പുസ്തകങ്ങൾ, മാഗസിൻസ്, പത്രങ്ങൾ മുതലായ വായിക്കുന്നതിലൂടെ 25%. ഇപ്പോഴെങ്ങനാ? സോഷ്യൽ മീഡിയയിൽ വരുന്ന ലേഖനങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ പത്രങ്ങൾ, മാഗസിൻസ്, പുസ്തകങ്ങൾ എല്ലാം. അപ്പൊ അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഇതുകൂടെ വരും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 25%. പിന്നെ 25% എങ്ങനെ? പിന്നെ 25% നല്ല അറിവുള്ള ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴും അവരുമായിട്ട് നമ്മൾ സംവദിക്കുമ്പോഴും അവരുമായിട്ടുള്ള ഇന്റർവ്യൂകൾ കാണുമ്പോഴും അവർ പറയുന്നത് കേൾക്കുമ്പോഴും പിന്നെ ഏതാണ്ട് 25% അറിവ് നമുക്ക് അങ്ങനെയും ലഭിക്കുന്നു. ഇതെല്ലാം ഏകദേശമാണ്, ഇതൊന്നും കൃത്യമായ കണക്കൊന്നുമല്ല, ഓരോ വ്യക്തികളും മാറിക്കൊണ്ടിരിക്കും. പിന്നീട് ഇനി 25% ഉണ്ടല്ലോ, അതെവിടെ? അതാണ് ഫ്രീ ആയിട്ട് ഇടുന്നത്. എന്തോ, ചുമ്മാ അങ്ങ് സഞ്ചരിച്ചാൽ മതി, നമുക്ക് അറിവ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരാൾക്ക് 25% അറിവ് ഉണ്ടാക്കാൻ വേറെ ഒന്നും വേണ്ട, ചുമ്മാ നാട് കണ്ടു കാണാൻ മതി. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ വളരെ പ്രശസ്തനായിട്ടുള്ള മലയാളത്തിന്റെ എല്ലാ സമസ്ത മേഖലയിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട മഹാനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. പക്ഷെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. 5ഓ 6ഓ ക്ലാസ്സിലെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അപ്പം കഥ എഴുതിയിട്ട് അന്നേ കഥ എഴുതി ചേട്ടനെ കൊണ്ട് കാണിച്ചു, എന്റെ കഥയൊന്ന് വായിച്ചു. ആരാ? സ്കൂളിലെ സാറാ, മാഷ്. കഥ എടുത്ത് വായിച്ചു നോക്കിയപ്പോ എന്തുവാ എഴുതി വെച്ചിരിക്കുന്ന മൊത്തം തെറ്റ്.
അക്ഷരത്തെറ്റിന്റെ ഒരു കൂടാരം. ചേട്ടൻ ഈ കഥ എടുത്ത് എറിഞ്ഞു പോയി അക്ഷരം പഠിയിടാ, അക്ഷരം പഠിച്ചിട്ട് വല്ല എഴുതാൻ നോക്കും, ഇത് മൊത്തം അക്ഷരത്തെറ്റാന്ന് പറഞ്ഞു. ബഷീർ എന്തോ ചെയ്ത് വായി തോന്നിയൊക്കെ പറഞ്ഞു ചേട്ടനെ, അതങ്ങ് പോയി. ഈ ബഷീർ, ഈ അക്ഷരം അറിഞ്ഞുകൂടാത്ത ബഷീർ, അന്ന് ചേട്ടനാൽ അധിക്ഷേപിക്കപ്പെട്ട ബഷീർ എഴുതിയ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള രചനകള് പിന്നീട് BA-ക്കാർക്കും MA-ക്കാർക്കും ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോഴേ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം കുട്ടിക്കാലത്തെ നാട് വിട്ടുപോയി. നാട് വിട്ടുപോയി അലഞ്ഞിരിഞ്ഞ് നടന്ന് കൽക്കട്ടയിലും ഡൽഹിയിലും ഒക്കെ ആയിട്ട് നടന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച്. പിന്നെ എഴുതുക എന്ന് പറയുന്നതൊക്കെ ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവാണ്. പാടുക അത് ജന്മസിദ്ധമായിട്ടുള്ള കഴിവാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അദ്ദേഹം കഥ എഴുതാൻ തുടങ്ങി. കഥാകാരനാവാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് അദ്ദേഹം വളരെ വളരെ പ്രശസ്തനായ ഒരു കഥാകാരനായി തീരുകയും ചെയ്തു. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കുട്ടിക്കാലത്തും അല്ലാതെ പല രീതിയിലാണ് ഒരു വ്യക്തിയുടെ വികാസം സംഭവിക്കുന്നത്. അവൻ കണ്ടുവരുന്ന, അവൻ അനുഭവിക്കുന്ന, അവന്റെ സാഹചര്യങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട അനുഭവങ്ങളിലൂടെ, വസ്തുതകളിലൂടെ ഓരോ കുട്ടികളും കുട്ടിക്കാലം തൊട്ട് കണ്ടുവരുന്നത് അവന്റെ ഭാവി ജീവിതത്തെ എടുക്കുന്നു നമുക്ക് തീർച്ചയായും പറയാം. അടുത്തതായി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു നല്ല കുടുംബ ജീവിതം കരുപിടിപ്പിക്കാം എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ലൊരു ജീവിതം നമുക്ക് കരുപിടിപ്പിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര ബഹുമാനം ആവശ്യമാണ്, പരസ്പരം സ്നേഹം ആവശ്യമാണ്, കരുണ ആവശ്യമാണ്, വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്, തുറന്ന ആശയവിനിമയങ്ങൾ ആവശ്യമാണ്. ഇതെല്ലാം നടക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു ശരിയായ കുടുംബജീവിതം കരുപിടിപ്പിക്കുന്നതിന് അനിവാര്യമായ ഘടകങ്ങളാണ്. അതിനെന്തൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ വരണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം എന്ന് മനസ്സിലാക്കണ്ടേ? നമ്മൾ ചെയ്യുന്നതാ, എന്നാൽ നമുക്കത് പറയുമ്പം അതിനെ സംബന്ധിച്ച് പറയണമല്ലോ. എങ്ങനാ? ഒന്ന്, കുടുംബാംഗങ്ങളെല്ലാം ഒരു ദിവസം 1 or 2 പ്രാവശ്യമെങ്കിലും ഒരുമിച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും എളുപ്പമുള്ളത് ആഹാരം ഒന്നിച്ചിരുന്ന് കഴിച്ചാൽ 2 or 3 പ്രാവശ്യം കുടുംബാംഗങ്ങൾക്ക് കൂടാൻ സാധിക്കും. കാരണം ഓരോരുത്തരും ഓരോരോ ജോലികളിൽ വ്യാപകരായിരിക്കുമല്ലോ. പിന്നെ എപ്പോഴാ എല്ലാവർക്കും ഭക്ഷണം കഴിക്കണം, പൊതു ആവശ്യം. അപ്പൊ ഈ പൊതു ആവശ്യത്തിന് ഒരു പൊതുയോഗം കൂടുക, കുടുംബാംഗങ്ങളെല്ലാം ഒരു പൊതുയോഗം എല്ലാ ദിവസവും കൂടുക. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ഒരു പൊതുയോഗമാകാം, ലഞ്ചിന്റെ സമയത്ത് ഒരു പൊതുയോഗമാകാം, സപ്പർ അല്ലെങ്കിൽ ഡിന്നറിന്റെ സമയത്ത് ഒരു പൊതുയോഗം ആകാം. വീട്ടിലെ പൊതുയോഗം ആഹാരത്തിലൂടെ. അപ്പൊ എന്ത് സംഭവിക്കും? എല്ലാവരും കൂടിയിരുന്ന് മിനിമം 5-6 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റെങ്കിലും സൊറ പറയാനും, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറയാനും, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സംഗതികളെ അവതരിപ്പിക്കാനും. ഏറ്റവും പ്രധാനപ്പെട്ടതല്ല, സാമാന്യം ചെറിയ ചെറിയ കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് തിന്നോണ്ടിരിക്കുമ്പോഴല്ല പറയേണ്ടത്. അപ്പൊ ആൾക്കാർക്ക് സത്യത്തോടുകൂടി ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ അവിടെ പോണേന്ന് പറയാം, അല്ലെങ്കിൽ ഇവിടെ പോണേ മറ്റേത് മറക്കല്ലേ എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ അതിലൂടെ ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി അറിയുന്നു. മാത്രമല്ല, സമ്മതിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ കാര്യങ്ങളും ഒരാളുടെ കാര്യങ്ങൾ കൂടുതൽ മറ്റേ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാൻ കഴിയുന്നു, അടുത്ത ആളുടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാൻ കഴിയുന്നു, അടുത്ത ആളുടെ കാര്യം എല്ലാവർക്കും അറിയാൻ കഴിയുന്നു. അങ്ങനെ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ കാര്യങ്ങളും എല്ലാവർക്കും അറിയാൻ കഴിയുന്നു. അതല്ലേ കുടുംബത്തിൽ വേണ്ടത്. അപ്പൊ അത് സാധിക്കാൻ പറ്റും. പിന്നെയുള്ള കാര്യം പറഞ്ഞാൽ പിന്നെ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം. ഒരു കുടുംബത്തിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായ അച്ചടക്കം അത്യാവശ്യം. 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ ചെലവാക്കുന്നു. അപ്പോൾ സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്ന സംഭവം നഷ്ടപ്പെടുകയും കുടുംബത്തിന് കടം കയറുകയും മനസമാധാനം തന്നെ ഇല്ലാതാവുകയും ചെയ്യും. കടം കയറി കഴിഞ്ഞിട്ട് ആലോചിക്കുന്നത് കടം വേണ്ടായിരുന്നു, ഉള്ളതുപോലെ ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നു. കടം കയറുന്നതിന് മുമ്പ് ഈ ചിന്ത കാണത്തില്ല. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് നടക്കാതെ വരുമ്പോൾ കടമൊക്കെ വരാറുണ്ട്. ചിലരുടെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങൾ ചില കുടുംബങ്ങളെ കടത്തിലാക്കാറുണ്ട്. അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്രതീക്ഷിതമായ മരണങ്ങൾ അതിജീവിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്താൽ സാധിക്കും? പല വീട്ടുകാർക്കും അറിയായിരിക്കും, കുറച്ചു പേർക്ക് അറിഞ്ഞിട്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അറിഞ്ഞുകൂടാത്തവർക്കും അറിയാൻ സാധിക്കുന്നത് വളരെ നിസ്സാരമായ രീതിയിൽ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അത് ഇപ്പോഴൊരിക്കലല്ല, പണ്ടുകാലം തൊട്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന് ഇത്തരം സ്കീമുകളുണ്ട്. വളരെ വർഷങ്ങളായിട്ട്, ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് അത്തരം സ്കീമുകളിലുള്ള ആളാണ്. അത് നമുക്ക് പിന്നെ ഒരു സമയം സംസാരിക്കാം. അപ്പൊ ഈ ഒരുമിച്ച് സമയം ചെലവഴിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നുള്ളത് സാമ്പത്തിക അച്ചടക്കമാണ്. അത് തീർച്ചയായിട്ടും സാമ്പത്തിക അച്ചടക്കം ഒരു കുടുംബത്തിന്റെ ഉന്നമനത്തിനും, കുടുംബത്തിന്റെ വളർച്ചയ്ക്കും, കുടുംബത്തിന്റെ കെട്ടുറപ്പിനും, കുടുംബത്തിന്റെ സമാധാനത്തിനും, കുടുംബത്തിന്റെ സന്തോഷത്തിനും, കുടുംബത്തിന്റെ ആനന്ദത്തിനും എല്ലാത്തിനും സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കവും സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ കെൽപ്പും ആവശ്യമാണ്.
പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ കുടുംബക്കാർ പരസ്പരം അങ്ങോട്ടും വിശ്വാസം നഷ്ടപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഇപ്പം നാല് പേരുണ്ടെന്ന് കൽപ്പിക്കുക, ഒരാൾ നിരന്തരം കബളിപ്പിക്കുന്ന സ്വഭാവം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ആ വ്യക്തി ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് അച്ഛനായാലും അമ്മയായാലും മക്കളായാലും ആരായാലും. അപ്പൊ മക്കള് ഒരു കള്ളം പറയുന്നു, അപ്പൊ അത് അച്ഛന് മനസ്സിലാവുന്നു അല്ലെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാവുന്നു. അപ്പൊ അവരെന്തോ ചെയ്യും? ഇവരെ ഒരു നോട്ടപ്പുള്ളിയാക്കി വെക്കും. അവൻ ചിലപ്പോൾ കള്ളം പറയായിരിക്കും, അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയും. അല്ലെങ്കിൽ അവള് കള്ളം പറയുക, പറഞ്ഞൊന്നും സത്യമല്ല എന്ന് പറയും. അത് തിരിച്ചും പറയും, പിന്നെ അവനൊന്നും ശ്രദ്ധിച്ചോണേ, കള്ളം പറയുന്ന ഇന്നാൾ പറഞ്ഞ കള്ളമായിരുന്നു, അല്ലെങ്കിൽ പറയും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഞാൻ നോക്കുന്നുണ്ട്, കള്ളാന്ന് പറയുന്നത്. ഇത് അച്ഛനും അമ്മയ്ക്കും വരും. മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ ഒരാവശ്യമില്ലാത്ത ഓഫറുകൾ കൊടുക്കും, ചിലപ്പോൾ ഒക്കാത്തതായിരിക്കും. എന്നിട്ട് ഒക്കാതിരിക്കുമ്പോൾ അതിൽ വേറെ കള്ളം പറയും. ഇത് അവർക്ക് മനസ്സിലാവും. നമ്മൾ പറയുന്ന കള്ളമൊന്നും വീട്ടുകാർക്ക് ഭാര്യ പുറമണ്ടിയ അവർക്കൊന്നും മനസ്സിലാകത്തില്ല, മക്കള് ചെറുതാ അവർക്കൊന്നും മനസ്സിലാവും. ചുമ്മാതാ. നമ്മള് ഇല്ലേ ഒരുത്തൻ മാവിന്റെ കൊമ്പത്ത് കാണുമ്പോൾ മറ്റോ മാനത്ത് കാണുമെന്ന് പറഞ്ഞുള്ള കാര്യമാണ്. അപ്പൊ മക്കള് പ്രായം കുറവാന്ന് വിചാരിച്ച് അവർക്ക് ഗംഭീരമായിട്ടുള്ള അറിവ് നമ്മളെക്കാളും ഉണ്ടാവും എന്നുള്ള സങ്കല്പം എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ അബദ്ധങ്ങളിൽ ചാടും. നമ്മളെപ്പോഴും മക്കളെ പറ്റി വിചാരിക്കുന്ന നമ്മളെക്കാളും ബുദ്ധിമാന്മാരാണ്. അതുപോലെ ഭാര്യ ഒരു മണ്ടിയ, ആ ചിന്ത വേണ്ട. ഭാര്യയ്ക്കും എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഭർത്താക്കന്മാർ വിചാരിക്കും നമ്മളെ കൂട്ട് ബുദ്ധി അവർക്കൊന്നും ഇല്ലല്ലേ, ചുമ്മാതാ. ആർക്കാ ബുദ്ധിയെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഓരോ സംഗതിയുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഓരോരുത്തരുടെ ബുദ്ധിയും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഒരു വീട്ടിൽ തന്നെ വിവിധ അംഗങ്ങൾക്ക് വിവിധ കാര്യങ്ങളായിരിക്കും താല്പര്യമുള്ളത്, അല്ല കഴിവുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ നല്ല പാട്ടുകാരനായിരിക്കും, വേറൊരാൾ നല്ലൊരു ചിത്രകലയ്ക്ക് മിടുക്കിയായിരിക്കും അല്ലെങ്കിൽ മിടുക്കനായിരിക്കും. വേറൊരാളിന് ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനായിരിക്കും താല്പര്യം, വേറൊരാളിന് അല്ലെങ്കിൽ വേറൊരാൾക്ക് എഴുത്തായിരിക്കും താല്പര്യം, വേറൊരാൾക്ക് വായ്നോട്ടമായിരിക്കും താല്പര്യം. അങ്ങനെ ഏത് കാര്യത്തിലും താല്പര്യം വരാം. അത് തെളിയിക്കപ്പെടുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം കാര്യങ്ങളിൽ കുടുംബാംഗങ്ങൾ കാണിക്കുന്ന ഓരോ നല്ല കാര്യങ്ങളെയും എല്ലാ സമയങ്ങളിലും പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. അവരെ ചേർത്ത് പിടിക്കുക. മക്കളെ ആണെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കണം. അവർക്ക് അവരുടെ കഴിവുകളെ വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രചോദനം കൊടുക്കണം. ആ പ്രചോദനം കൊടുക്കുന്നതിലൂടെ അവർ അത്തരം കാര്യങ്ങളിൽ വളരുകയും കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കാൻ അതൊക്കെ തന്നെ കാരണമായി തീരും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഏറെ നാളത്തെ ഓരോ കുടുംബാംഗങ്ങളുടെയും ആസൂത്രിതമായിട്ടുള്ള പരിശ്രമങ്ങളുടെയും സ്നേഹത്തിലൂന്നിയുള്ള പെരുമാറ്റങ്ങളിലൂടെയും പരസ്പരമുള്ള സഹായ സഹകരണങ്ങളിലൂടെയും നാം കെട്ടിപ്പടുക്കുന്നതാണ് കുടുംബം എന്ന സാമൂഹിക ഘടന എന്ന് പറയാം. അപ്പൊ നമ്മൾ സംസാരിച്ചത് ഒരു കുടുംബത്തിന്റെ ആനന്ദം അല്ലെങ്കിൽ സന്തോഷം എങ്ങനെ വർദ്ധിപ്പിക്കാന്നുള്ളതല്ലേ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യം, ഇന്ത്യ മഹാരാജ്യം, ഈ കാര്യത്തിൽ വളരെയധികം പിന്നോക്കമാണ്. അപ്പൊ ഇവിടെ സംസാരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, നമ്മളെ ഓരോ കുടുംബങ്ങളും ആനന്ദകരമായിട്ടുള്ള അവസ്ഥകളിലേക്ക് വരുമ്പോഴാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ രാജ്യവും മുന്നോക്കമായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മുടെ സ്ഥിതി എന്താ? ഇപ്പം നമ്മുടെ സ്ഥിതി എന്ന് പറയുന്നത് 147 രാജ്യങ്ങളെ 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ അവതരിപ്പിച്ചപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് 118ാമത്തെ സ്ഥാനം കിട്ടി. 147 രാജ്യത്തിൽ 118. അപ്പൊ നമ്മൾ വളരെയധികം പിന്നിലാണെന്നുള്ള കാര്യം ഇതിനകത്ത് വ്യക്തമായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് വ്യക്തമായി കാണും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മുന്നോട്ട് വരണ്ടേ? നമ്മൾ ഈ പുറകെ കിടന്നാൽ പോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ എന്ന് പറയുന്നത് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ GDP എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ലോകത്തിലെ 4ാം സ്ഥാനം എത്തിയിരിക്കുക. 26ലോ 27ലോ തീർച്ചയായിട്ടും നമ്മൾ ജർമ്മനിയെ പിന്തള്ളി നമ്മൾ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാവാൻ പോയി. യൂറോപ്പായിട്ട് നമ്മൾ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കി. അതൊക്കെ നമ്മൾ ഒരുപാട് വിധം നമ്മളെ സഹായിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ GDP എക്കോണമിയുള്ള അമേരിക്കയും 2ാം സ്ഥാനത്തുള്ള ചൈനയും കഴിഞ്ഞ 3ാം സ്ഥാനം എന്ന് പറയുന്ന ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ഇല്ല. ഫ്രാൻസിനില്ല, ബ്രിട്ടനില്ല, ലോകത്തെ ഏറ്റവും വലിയ രാജ്യം റഷ്യക്കില്ല. പിന്നെ ആർക്കാ? ഇന്ത്യക്ക്. അത്ര ബൃഹത്തരമായിക്കൊണ്ടിരിക്കുന്ന രാജ്യം, ലോകത്തിലെ 3ാമത്തെ 4ാമത്തെ സ്ഥാനത്തുള്ള സൈനിക ശക്തിയുള്ള രാജ്യം, ലോകത്തിലെ സാങ്കേതിക വിദ്യ ലോകത്തിന് മൊത്തം പകർന്നു കൊടുക്കുന്ന വളരെയധികം ടെക്നോളജിസ്റ്റുകളുള്ള രാജ്യം. അങ്ങനെയുള്ള ഇന്ത്യ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 118ാം സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും, ഇന്ത്യക്കാരായ നാം ഓരോരുത്തർക്കും നാണക്കേടല്ലേ? അപ്പൊ അതിൽ നമ്മൾ മുന്നോക്കം വരണമെങ്കിൽ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും 4ാം സ്ഥാനത്തും വരുന്ന രാജ്യങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ ഏകദേശം ഒന്ന് അറിഞ്ഞിരിക്കണം. അതിലിപ്പോ എല്ലാ രാജ്യങ്ങളെയും നമ്മളിപ്പോ അക്കൗട്ട് പറയുന്നൊന്നുമില്ല. ഒരു രാജ്യത്തെ എടുക്കാം, 1ാം സ്ഥാനത്തുള്ള രാജ്യം. അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലി സമയത്തിന്റെ ഒരു നിഷ്ഠ ഉണ്ടാവും. ഫിൻലാൻഡില് അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ ഒന്ന് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഫിൻലാൻഡ് എന്ന് പറയുന്നത്. ഫിൻലാൻഡ് എന്ന് പറയുന്ന രാജ്യം യൂറോപ്പിലാണ്. അത് റഷ്യക്ക് നോർവേക്ക് ഇടയ്ക്ക് കിടക്കുന്ന രാജ്യമാണ്. വളരെ അതിമനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയുള്ള രാജ്യമാണ്.
1000 നദികളുടെ നാടെന്നറിയപ്പെടുന്ന രാജ്യമാണ്. 1000 റിവേഴ്സ് ഓഫ് ലാൻഡ് എന്ന് അറിയപ്പെടുന്ന അങ്ങനെയുള്ള രാജ്യമാണ്. അതിമനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായ രാജ്യമാണ്. ഓരോ ഗ്രൂപ്പ് ആൾക്കാർ താമസിക്കുന്നിടത്തും വനങ്ങളുള്ള രാജ്യമാണ്. വനങ്ങളില്ലെങ്കിൽ മിനിമം അവർ പൂന്തോട്ടമെങ്കിലും അല്ലെങ്കിൽ ഒരു പാർക്കെങ്കിലും അവിടെ സൃഷ്ടിച്ച് പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന ജനങ്ങളാണ്. ഇതെല്ലാം ആ നാട്ടിലെ ജനങ്ങൾക്ക് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. അങ്ങനെ അവർ കൂടുതൽ സന്തോഷമുള്ളവരാകുന്നു. നമുക്ക് ഇതൊക്കെ ചെയ്യാം. പിന്നെ മികച്ച വിദ്യാഭ്യാസം. കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്തും മികച്ച വിദ്യാഭ്യാസമായി തീരാം. അവർക്കിപ്പം വളരെ മികച്ച വിദ്യാഭ്യാസം ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെക്കാളും വളരെ ശക്തമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ, ജനത്തിന്റെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. അതവിടെ മാത്രമല്ല, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെല്ലാം തന്നെ അങ്ങനെയൊക്കെയാണ്. സ്വീഡൻ ആയാലും നോർവേ ആയാലും നെതർലാൻഡ് ആയാലും അവിടെ എല്ലാം അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ആരോഗ്യ പരിരക്ഷയും സാമ്പത്തികവും എല്ലാം ഫ്രീ ആയതുകൊണ്ട് പൊതുവെ ആൾക്കാരുടെ സാമ്പത്തിക ഭാരം കുറവായിരിക്കും. നമുക്ക് ആരോഗ്യ പരിരക്ഷ നമ്മൾ തന്നെ എടുക്കണം. പിന്നെ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. മെഡിക്കൽ കോളേജുകളും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ആൾക്ക്. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഗവൺമെന്റ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? എന്ത് തരത്തിലുള്ള ധാരാളം വന്നാലും എന്ത് തരത്തിലുള്ള അസുഖം വന്നാലും അവർ പേടിക്കേണ്ടതായിട്ടില്ല. ഗവൺമെന്റ് വേണ്ടുന്ന എല്ലാം ചെയ്യും. അപ്പൊ സന്തോഷം ഉണ്ടാവുകയില്ല. നിങ്ങൾ ആലോചിച്ചോ. നമ്മുടെ രാജ്യത്തും കുറെ കാലം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. പിന്നെ അവിടെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷവാന്മാരും എല്ലാവരുടെ കയ്യിലും പൈസ ഉള്ളതുകൊണ്ട് കുറ്റകൃത്യങ്ങളുടെ അളവ് തീരെ കുറവായിരിക്കും. അത് ഒരു രാജ്യത്തിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമില്ലേ? രാജ്യത്തിലെ ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമില്ലേ? പിന്നെ ഏറ്റവും ഉയർന്ന സുരക്ഷിത ബോധമാണ് ഗവൺമെന്റ് അവർക്ക് പ്രദാനം ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ രാജ്യത്തെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 2025 റിപ്പോർട്ടിലും 1-ാം സ്ഥാനത്ത് എത്തിയത്. 8 വർഷമായിട്ട് 1-ാം സ്ഥാനത്ത് ഇരിക്കുന്ന ഫിൻലാൻഡാണ്. അതിനടുത്ത് വരുന്ന രാജ്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നോർവേയും സ്വീഡനും അതുപോലെ ഐസ്ലാൻഡ്, അതുപോലെ തന്നെ നെതർലാൻഡ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പൊ ഏകദേശം അവിടെ 80% കുടുംബങ്ങളും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. നമുക്കത് 5 പൈസ ചെലവില്ലാതെ ഇവിടെ നടപ്പിലാക്കാം, അല്ലേ? പിന്നെ ഇന്ത്യ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ സ്ഥാനം എത്ര? 147 രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പാവ ഇന്ത്യ അല്ല, അതിശക്തനായ ഇന്ത്യയാണ്. ആ ഇന്ത്യയുടെ സ്ഥാനം 118ആണ്. പക്ഷേ ഒരു സന്തോഷ വാർത്ത, 2024 ആ സ്ഥാനം 126 അതിന് 8 രാജ്യങ്ങളെ പിന്തള്ളി ഇന്ത്യ 2025 ആയപ്പോൾ 118 അതിന് കാരണം എന്താ? നമ്മളെ GDP കൂടുന്നു. GDP കൂടുമ്പോൾ എന്ത് സംഭവിക്കും? രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക അപൂർത്തി ഉണ്ടാവും. അതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യും? പങ്കിടലും കരുതലും, കെയറിങ് ആൻഡ് ഷെയറിങ് നടത്തുന്നു. നമ്മൾ ഈ ഉണ്ടാകുന്ന അപൂർത്തിയെല്ലാം നമ്മൾ മാത്രമായിട്ട് എടുക്കാതെ മറ്റു രാജ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഈ 126 118 വരാനുള്ള കാരണമാണ്. പിന്നെ നമുക്ക് എന്തുകൊണ്ട്? നമുക്ക് മറ്റു രാജ്യങ്ങളെ സഹായിക്കാനുള്ള സഹായ സന്നദ്ധതയുണ്ട്, ബെനിവലൻസ്. ആ സഹായ സന്നദ്ധതയും നമ്മളെ ഈ 126 118 കൊണ്ടുവരാൻ കാരണമായിട്ടുണ്ട്. കൂടാതെ എല്ലാത്തരം ദാനധർമ്മങ്ങളിലും ഇന്ത്യ നിരന്തരം പങ്കെടുക്കുന്നു. ഇത്തരം കാരണങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യവും ഈ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ മേളിലേക്കുള്ള സ്ഥാനങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തും ഹാപ്പിനെസ് എന്ന് പറയുന്ന ഹാപ്പിനെസ് ഉള്ള കുടുംബങ്ങളുടെ എണ്ണം അനിതര സാധാരണമായ രീതിയിൽ വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. അങ്ങനെ ആയിത്തീരട്ടെ. അങ്ങനെ ആവാൻ വേണ്ടി ഓരോരുത്തരും നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകൾ ഓർക്കുകയും, അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന ഇതിനേക്കാളും വിദഗ്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതും ചെയ്ത് നമ്മളെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് എടുക്കുമ്പോൾ നമ്മളെ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പങ്ക് വഹിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ ചെയ്യുന്നത്.